വേഗത്തിൽ കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ പുതിയ മെഗാ ഹിറ്റ്. നവാഗതനായ ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളിലെത്തിയ കളങ്കാവൽ ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടുന്നു. റിലീസ് ചെയ്ത് വെറും 9 ദിവസങ്ങൾക്കുള്ളിൽ ചിത്രം ആഗോളതലത്തിൽ 75 കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കി. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ കളക്ഷൻ നേട്ടം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും മികച്ച പ്രശംസ നേടിയ ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം മമ്മൂട്ടിയുടെയും വിനായകന്റെയും മികച്ച പ്രകടനങ്ങളാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചാണ് മമ്മൂട്ടി വിനായകൻ ചിത്രം കളങ്കാവൽ മുന്നേറുന്നത്. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം എന്ന ബഹുമതിയും ഈ സിനിമ സ്വന്തമാക്കി. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, ടർബോ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം 50 കോടി ക്ലബിലെത്തുന്ന മമ്മൂട്ടി ചിത്രം കൂടിയാണിത്. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ നിർമ്മാണ സംരംഭമായ കളങ്കാവലിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നവാഗതനായ ജിതിൻ കെ ജോസ് ആണ്. കുറുപ്പ് എന്ന സിനിമയുടെ കഥാകൃത്തായ ജിതിൻ ജോസ് ജിഷ്ണു ശ്രീകുമാറിനൊപ്പമാണ് ഈ ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയത്. കളങ്കാവൽ ചിത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 21 നായികമാർ ഒന്നിച്ച് അണിനിരുന്ന ചിത്രം എന്ന പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. കഴിഞ്ഞ 8 മാസങ്ങൾക്കിടെ വലിയ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി ചിത്രം കൂടിയാണിത്. ഇതിനു മുമ്പ് ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്ത ബസൂക്ക ആയിരുന്നു ഒടുവിൽ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രം. എന്തായാലും ഈ വലിയ ഇടവേളയ്ക്ക് ശേഷമുള്ള മെഗാസ്റ്റാറിന്റെ ബോക്സ് ഓഫീസ് തിരിച്ചുവരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ. ചിത്രത്തിൽ മമ്മൂട്ടിക്കും വിനായകനുമൊപ്പം പ്രമുഖ താരങ്ങളായ ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, രജീഷ വിജയൻ, ഗായത്രി അരുൺ, മാളവിക, ശ്രുതി രാമചന്ദ്രൻ എന്നിവരും അണിനിരക്കുന്നുണ്ട്. പ്രാദേശിക വിതരണ രംഗത്തും കളങ്കാവൽ ശക്തമായ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. ലോക ഉൾപ്പെടെയുള്ള മലയാള ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ വിതരണം ചെയ്ത ഫ്യൂച്ചർ റണ്ണപ്പ് ഫിലിംസ് ആണ് തമിഴ്നാട് വിതരണക്കാർ. കൂടാതെ ആന്ധ്ര, തെലങ്കാനയിൽ സിതാര എന്റർടൈൻമെന്റ്സും, കർണാടകയിൽ ലൈറ്റർ ബുദ്ധ ഫിലിംസും, നോർത്ത് ഇന്ത്യയിൽ പെൻ മരുദാർ എന്നിവരുമാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര.